ഹായ് എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതാ രാവിലെ തന്നെ ഒരുങ്ങിയും കേട്ടോ പോവാനുണ്ട്. അപ്പോൾ അമ്മയുണ്ട്, നന്ദമോളും ഞാനുമാണ് പോണത്. പിന്നെ മൂത്തമ്മ ബസ് സ്റ്റോപ്പിലേക്ക് എത്താമെന്ന് പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഒരു അമ്പലത്തിലേക്ക് പോവുകയാണ്. അവിടെ നിന്ന് ഉത്സവമാണ്. അനീഷേട്ടൻ്റെ വീട്ടിൻ്റെ അടുത്താണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോകാൻ വേണ്ടി ഒരുങ്ങി ഇറങ്ങിയതാണ്. അപ്പോൾ ബസ്സൊക്കെ പിടിച്ച് പോയിട്ടോ. ഞങ്ങൾ മൂത്തമ്മേനെയും കൂട്ടിയിട്ടാണ് പോണത് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അനീഷേട്ടൻ്റെ വീട്ടിലേക്ക് നടക്കുകയാണ് കേട്ടോ. കുറച്ച് ദൂരെ നടക്കാണ്ട് ഫറോക്ക് ഇറങ്ങിയിട്ട്. അപ്പോൾ അനീഷേട്ടൻ ഇന്ന് രാവിലെ പോയിന് കേട്ടോ. അപ്പോൾ ഞങ്ങളൊരു കുഞ്ഞു കുപ്പി വെള്ളമൊക്കെ വാങ്ങിന്. അപ്പോൾ അതൊക്കെ കുടിച്ചുകൊണ്ട് അങ്ങനെ പോവുകയാണേ. അപ്പോൾ റെയിൽവേ കൂടിയാണ് പോവേണ്ടത്. ഫറോക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ ബാക്ക് കൂടിയുള്ള റൂട്ടിനാട്ടോ ഞങ്ങൾ പോണത്. അപ്പോൾ അവിടെ IOC ഉണ്ട്. അപ്പോൾ IOC എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അമ്മയും മൂത്തമ്മയൊക്കെ അതുപോലെ പരിചയമുള്ളവരെ ഒരാളെ കണ്ടപ്പം വർത്താനമൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ അതായത് IOCൻ്റെ മതിലാണ്. ഇതിൻ്റെ ഈ സൈഡിൽ കൂടിയുള്ള റോഡിനാണ്. ഒരുപാട് ദൂരം പോവാണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളെന്തായാലും നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇപ്പം പുതിയ റെയിൽ വരുന്നതൊക്കെ കണ്ടങ്ങനെ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇതവിടെ ഉത്സവത്തിന് പ്രത്യേകിച്ച് വിശേഷം എന്ന് വെച്ചാൽ അനീഷേട്ടൻ ഇന്ന് അവിടെ കുട കൊടുക്കുന്ന ദിവസമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവുകയാണ്. ഞങ്ങളും കൂടെ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് കുറേ ദിവസമായി അനീഷേട്ടൻ കുട കെട്ടൽ തുടങ്ങിയിട്ട്. കുറേ ദിവസം എന്ന് പറഞ്ഞാൽ ഒരു 2-3 ദിവസം. രാത്രിയിൽ പണി കഴിഞ്ഞാൽ അങ്ങോട്ട് പോകും. ചില ദിവസം പോകാൻ പറ്റലില്ല, പണി ഉണ്ടാകും. അങ്ങനെയൊക്കെ ആയിട്ട് അനീഷേട്ടൻ അത് കെട്ടി പൂർത്തിയാക്കിന്. അപ്പോൾ ഇന്ന് അതിൻ്റെ ബാക്കി പണിയും കൂടി തീരാനായിട്ടുണ്ട്. അപ്പോൾ അനീഷേട്ടൻ രാവിലെ തന്നെ പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനും നന്ദമോളൊക്കെ പിന്നെ വരെ പണിയൊക്കെ കഴിയട്ടെ, ഒരുപാട് വീട്ടിലെ പണികളൊക്കെ കഴിഞ്ഞിട്ടല്ലേ നമുക്ക് ഒരു സ്ഥലത്തേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. അങ്ങനെ പോവാണ്. അപ്പോൾ നന്ദുവിന് കുഞ്ഞൊരു പനിയും ഉണ്ട് കേട്ടോ, ചെറുതായിട്ട് പനിയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വകവെക്കാതെ ഓളും കൂടെ വന്നിന്. എന്തായാലും ഒന്ന് ട്യൂഷനൊന്നും പോകാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഞാനും വരാമെന്ന് പറഞ്ഞിട്ട് ഓളും പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓരോ തമാശയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കട്ടോ. മൂത്തമ്മ കൂടെ ഉണ്ടെങ്കിൽ അങ്ങനെ കേട്ടോ. മൂത്തമ്മ ഒരുപാട് വർത്താനം ഇങ്ങനെ ചിരിക്കാൻ പറ്റിയത് ഇങ്ങനെ പറയും. അപ്പോൾ അതൊക്കെ കേട്ട് അങ്ങനെ പോവുകയാണ്. അപ്പോൾ ചേച്ചി അനിയത്തിയും ചുരിദാറാണ് ഇട്ടത് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ പറയാം, ഞാനാണ് ഇപ്പോൾ നിങ്ങളെ കൂടെ വയസ്സെത്തിയായിട്ടുള്ളത്, നിങ്ങളൊക്കെ വലിയ ബാലിക്കാരായല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ. അപ്പോൾ ഓർക്ക് ഇപ്പോഴാണ് ചുരിദാർ ഇടാൻ സമയമായത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചിരിക്കാട്ടോ നന്ദുമോളും. അപ്പോൾ അമ്മയ്ക്ക് ഇപ്പോൾ സാരി ഉടുക്കാനൊക്കെ ബുദ്ധിമുട്ടായത് കാരണമാണ് കേട്ടോ ചുരിദാർ ഇടുന്നത്. സർജറിയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ ഡോക്ടറും പറഞ്ഞതാട്ടോ സാരി ഒഴിവാക്കണം, ചുരിദാർ ഇട്ടാൽ മതി എന്ന് ഡോക്ടറും പറഞ്ഞതാണ്. അതുകൊണ്ട് കൂടിയാണ് അങ്ങനെ ഇടുന്നത് കേട്ടോ. അപ്പോൾ അതാ നല്ലൊരു പശുവും നല്ലൊരു കൊക്കിനെയൊക്കെ കണ്ടപ്പോൾ അങ്ങനെ നോക്കി നിന്നതാണ് കേട്ടോ. അപ്പോൾ അത് നോക്കി നിൽക്കുമ്പോൾ റെയിൽമേ കൂടി കയറുമ്പോൾ അത് നോക്കാൻ മറക്കണ്ടെന്ന് അമ്മ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ട്രെയിനാ അതെന്താ സംഭവം എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ IOCൻ്റെ ഗേറ്റൊക്കെയാണ് കേട്ടോ. അതായത് IOCയിലേക്കുള്ള റെയിൽ, പിന്നെ അതാ സാധാ ട്രെയിനൊക്കെ പോണതും അങ്ങനെയായിട്ട് കുറേ റെയിലുണ്ട് കേട്ടോ ഇവിടെ. ഈ റെയിൽ മുറിച്ച് കടന്നിട്ട് വേണം അനീഷേട്ടൻ്റെ വീട്ടിലേക്ക് പോകാൻ. എന്താ IOCൻ്റെ ഗേറ്റ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ആണെന്നാണ് തോന്നണത്. ഫുൾ ഫോം കൂടുതലായിട്ടൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ അറിയണ മാതിരി പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ ഈ റെയിലും കൂടി എപ്പോഴൊന്നും വരില്ല, IOCയിലേക്ക് പോകുന്ന ആ ഒരു സമയത്ത് മാത്രമേ ട്രെയിൻ വരുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ധൈര്യമായിട്ട് കയറി നടക്കും കേട്ടോ. അനിച്ചേട്ടൻ എപ്പോഴും പറയും അതുപോലെ വലിയ പ്രശ്നം ഉണ്ടാവില്ല, ഞങ്ങൾ മറ്റേ സ്ഥലത്തേക്ക് പോവരുത് എങ്ങനെ വരികയാണെങ്കിലും എന്ന് പറയും. അപ്പോൾ പൊരിവെയിൽ എന്ന് പറഞ്ഞാൽ പൊരി വെയിലാട്ടോ. സമയം ഇപ്പോൾ ഒരു ഒരു 11:30-11:45 അടുത്തായിട്ടേ ഉള്ളൂ. അപ്പോഴേക്ക് പൊരി വെയിലാണ്, കാരണം മരങ്ങളൊന്നും ഇല്ലല്ലോ, ഫുള്ള് റെയിലല്ലേ. അപ്പോൾ റെയിലുമ്മ കൂടി പോകുമ്പോഴാണ് ഇവർക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് പേടിയുള്ളത്. അപ്പോൾ അമ്മ വേഗം ഇറങ്ങി നടന്നു കേട്ടോ. എപ്പോഴാണ് ട്രെയിൻ വരികയെന്നൊന്നും പറയാൻ പറ്റില്ല. ഇറങ്ങി നടന്നോളി പറഞ്ഞിട്ട്. അപ്പോൾ നന്ദു പറയാം അമ്മമ്മ ഇതിലെ വരൂല, ഇതിലെ വരുമ്പം എന്തായാലും സൗണ്ട് കേൾക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ സൗണ്ട് കേൾക്കാന്ന് പറഞ്ഞാൽ IOCയിലേക്ക് സംഭവം വരുന്ന സമയമൊന്നും ആയിട്ടില്ല. അനീഷേട്ടനോട് മനുഷ്യൻ പറഞ്ഞാൽ ഇപ്പം ട്രെയിനൊന്നും ഇല്ലടി അങ്ങോട്ട് കയറി. അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് ഇതാ ഒരു സൈഡിൽ കൂടി ഇറങ്ങിയിട്ട് വേണം കേട്ടോ പോകാനായിട്ട്. നല്ല ക്യാമറ ഇങ്ങനെ കയ്യിൽ നിന്ന് ഫോൺ ഇളകണോണ്ട് തന്നെ കണ്ണിന് ഭയങ്കര ഇതാവും കേട്ടോ. ഈ വീഡിയോ കാണുമ്പോൾ നമ്മൾ നടന്നുകൊണ്ട് എടുക്കുന്ന വീഡിയോ അല്ലേ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അനീഷേട്ടൻ്റെ വീട്ടിലേക്കുള്ള വഴിയിലേക്ക് കയറീനെ. അപ്പോൾ ഇതിലെ പോയാൽ എളുപ്പത്തിനെത്തും. ഒരു തൊടിയിൽ കൂടിയൊക്കെ കയറിയിട്ട് വേഗം എത്തും കേട്ടോ. അപ്പോൾ ആ ഒരു എളുപ്പം നോക്കിയിട്ട് വരുന്നതാണ്. വേറെ റോട്ടുമ്പോൾ കൂടി ഓട്ടോ വിളിച്ച് പോകാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഞങ്ങൾ ഇതിലങ്ങോട്ട് നടക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വരുന്നതാണ്. അധികം ഞങ്ങൾ ഇങ്ങനെയാണ് പോവൽ കേട്ടോ. പിന്നെ അനീഷേട്ടൻ്റെ കൂടെ വരുമ്പോൾ പിന്നെ വണ്ടിക്ക് അങ്ങോട്ട് പോകുമ്പോൾ നേരെ വേറെ സ്ഥലത്തു കൂടിയൊക്കെ പോകുക. അങ്ങനെ 2-3 സ്ഥലത്തു കൂടി ഇവിടെ എത്താനുള്ളൊരു ഇതുണ്ട് കേട്ടോ. പിന്നെ റെയിലിൻ്റെ അടുത്ത് തന്നെയാണ് സംഭവം. 2 വീട് അപ്പുറമാണ് കേട്ടോ അനീഷേട്ടൻ്റെ ഈ വീട് കാണുന്നത്. അപ്പം ഞങ്ങൾ എന്തായാലും അവിടെ എത്തിയപ്പോൾ അനീഷേട്ടൻ ഇതാ ഈ ഒരു പണിയിലാണ് കേട്ടോ. കുട കെട്ടീൻ്റെ മുകളിൽ കുരുത്തോല തൂക്കുകയാണേ. അപ്പോൾ അനീഷേട്ടൻ ഇതൊക്കെ ഇപ്പോൾ ഇതാ ഈസി ആയിട്ട് ചെയ്യൽ തുടങ്ങിയെന്ന്.
കഴിഞ്ഞ കൊല്ലം തൊട്ടിട്ടാണ് കേട്ടോ അനീഷേട്ടൻ ഇത് കൊണ്ടുപോകൽ തുടങ്ങിയത്. കഴിഞ്ഞ കൊല്ലം അച്ഛൻ വയ്യാതെ ആശുപത്രിയിൽ കിടക്കുമ്പോഴാണ് അനീഷേട്ടൻ ഫസ്റ്റായിട്ട് കുട കൊടുക്കണത്. അച്ഛൻ അവശ്യ നിലയിലായപ്പോഴാണ് അനീഷേട്ടൻ അത് അച്ഛൻ പറഞ്ഞിട്ട് കെട്ടിയത് കേട്ടോ. അന്ന് കൊടുത്തതാണ്. പിന്നെ അതാ ഇന്ന് ഈ കൊല്ലം ആദ്യമായിട്ട് വേറെ കുടയും കൂടി കൊടുക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ വരുമ്പോൾ ഒരുപാട് ചെമ്പരത്തിയൊക്കെ കൊണ്ടുപോകണേ. ആ ചെമ്പരത്തിയൊക്കെ ഇതുമ്മൽ തൂക്കണം, എന്നിട്ടേ കൊടുക്കാൻ പാടുള്ളൂ. വേറെ പൂക്കളൊന്നും തൂക്കാൻ പാടില്ല കേട്ടോ. അല്ലെങ്കിൽ മുല്ലപ്പൂ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളതല്ലേ, റോസാപ്പൂ ഒക്കെ ഉള്ളതല്ലേ, പക്ഷെ അത് തൂക്കാൻ പാടില്ല. ഇതിന് ചെമ്പരത്തി തന്നെ വേണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചെമ്പരത്തി തൂക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൂടി കൊടുത്തിട്ടൊന്നുമില്ല കേട്ടോ. നന്ദമോളാണ് കുട പിടിച്ചു കൊടുക്കണേ. അനീഷേട്ടനും അമ്മയും ഏട്ടനും അവിടെ അനിയത്തീൻ്റെ മോനും ഉണ്ട് കേട്ടോ. അനീഷേട്ടൻ്റെ അനിയത്തീൻ്റെ മോനാണ്, ഓനും കൂടി ഉണ്ട്. അപ്പോൾ ഓനും കൂടിയൊക്കെ ചേർന്നിട്ട് തൂക്കലും പിടിക്കലും എല്ലാം കഴിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഏട്ടൻ പിടിച്ചു കൊടുത്ത് നന്ദമോൾക്ക് കുഴഞ്ഞപ്പോൾ പിന്നെ ഏട്ടനായി ഹെൽപ്പ് ചെയ്യാനായിട്ട് അനിയനെ ഒരു ഭയങ്കര കട്ട സ്നേഹം കേട്ടോ ഏട്ടനും അനിയനും കൂടി. അപ്പോൾ ഓരെല്ലാവരും അങ്ങനെ തന്നെ കേട്ടോ. ചേച്ചിയും അനിയത്തിയും ഏട്ടന്മാരും അനിയന്മാരൊക്കെ ഭയങ്കര സ്നേഹത്തിലാണ്. അത് കാണുമ്പോൾ കുഞ്ഞൊരു അസൂയ എനിക്കുണ്ട് കേട്ടോ, സത്യം പറയുക. അപ്പോൾ അതാ ഭയങ്കരമായിട്ട് അടിപൊളിയായിട്ടോ കുട. അനീഷേട്ടൻ സ്വന്തമായിട്ട് സെറ്റാക്കിയതാണ്. അമ്മ പറഞ്ഞു കൊടുക്കൂട്ടോ കൂടെ നിന്നിട്ട്. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കൊണ്ടങ്ങനെ പോവുകയാണ് കേട്ടോ. അനീഷേട്ടൻ മുന്നിൽ നടക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ദൂരം ഇവിടെ നടക്കാണ്ട് കേട്ടോ, അരമണിക്കൂറിലും കൂടുതൽ അമ്പലത്തിലേക്ക് നടക്കാണ്ട്. എന്തായാലും പിന്നെയും റെയിലുമലേക്ക് തന്നെയായിട്ട് എത്തുക. ആ റെയിലുമ്മ കൂടി കുറേ ദൂരം മുന്നോട്ട് പോകണം. അപ്പോൾ അനീഷേട്ടൻ പറയുന്നുണ്ട് ഈ റെയിലുമ്മ കൂടി നടന്നാൽ മതി, ഇതിലെ ട്രെയിൻ വരില്ല, ഇത് IOCയിലേക്കുള്ള റെയിലാണെന്നൊക്കെ പിന്നെയും ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും അതിമ്മ കൂടെ തന്നെ വഴിയുള്ളൂ, കാരണം അടുത്തടുത്തായിട്ട് ഇപ്പോൾ റെയിലല്ലേ, ഇപ്പം എല്ലായിടത്തും സ്ഥലമില്ലല്ലോ റെയിലിൻ്റെ നടുവ് കൂടി നടക്കാനായിട്ടല്ലേ. അപ്പോൾ അതാ ഒരു ട്രെയിനും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ട്രെയിൻ പോണ റെയിൽ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾ ഇറങ്ങി നടന്നോളി, നല്ല സ്ഥലം ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ അമ്മ മൂത്തമ്മ ഇറങ്ങി നടന്നിട്ടോ. അപ്പോൾ ഞാനും അനീഷേട്ടനോട് പറഞ്ഞു ഞങ്ങൾ ഇതിലെ നടക്കാം, റെയിലും കൂടി നടക്കില്ല എന്ന് പറഞ്ഞ്. അപ്പോൾ ഞാനും അമ്മയും മൂത്തമ്മയൊക്കെ ഇറങ്ങി നടന്ന് അങ്ങനെ ഞങ്ങൾ ക്ഷേത്രത്തിൽ എത്തിയെന്ന് കേട്ടോ. അപ്പോൾ അതാ കുടമൊക്കെ കൊണ്ടുപോയിട്ടോ അതിൻ്റെ ഉള്ളിലേക്ക്. ഇവിടുന്ന് കുറച്ച് ചടങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ അതാ പറയൽ നെല്ല് നിറച്ചിട്ട് വെക്കണതും വിളക്ക് കത്തിച്ച് വെക്കണതും ഒക്കെ ഉണ്ട്. അടക്ക, വെറ്റില, പണം ഒക്കെ വെക്കൂട്ടോ. അതൊക്കെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എടുക്കാം, വേണ്ടിയിട്ട് എന്നല്ല ഞങ്ങൾക്ക് എടുക്കാൻ വേണ്ടിയിട്ട് വെക്കണതാണ്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ എടുക്കൂട്ടോ. അരി അതൊക്കെ എടുക്കും. അപ്പോൾ അനീഷേട്ടൻ അതൊക്കെ എടുത്തിട്ട് കവറിലേക്ക് ആക്കണം. പിന്നെ നമ്മളെ കുട അങ്ങോട്ട് സ്വീകരിച്ച് കൊണ്ടുപോകും. അതൊക്കെ ഒരു ഭയങ്കര ചടങ്ങാണ് കേട്ടോ. അത് നേരിട്ട് കാണുമ്പോഴേ നമുക്ക് അതിൻ്റെ ആ ഒരു ഇത് കിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല, അവിടെ നിന്ന് ചേട്ടൻ കാണിക്കുന്ന ചടങ്ങുകളൊന്നും. പിന്നെ ഞങ്ങളോട് ചോറൊക്കെ തിന്നാൻ വേണ്ടി സൽക്കരിച്ച് കൂട്ടി കൊണ്ടുപോയിട്ടോ. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് അവിടെ സീറ്റൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അവിടെ നമുക്ക് വരിയൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല കേട്ടോ, നേരെ പോയി ചോറ് തിന്നാൽ മതി. അപ്പോൾ അതൊക്കെ ഭയങ്കര ഒരു കാര്യം കേട്ടോ. അമ്മ അങ്ങനെ പറയും, ഞാൻ ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ, അമ്മ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ മൂത്തമ്മയും പറഞ്ഞു നല്ലൊരു ആചാരമൊക്കെയാണല്ലേ ഇത്, അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. ഞാൻ പറയും നിങ്ങൾ കാണാത്തതുകൊണ്ടാണ്, ഞങ്ങളിങ്ങനെ കൊടുക്കാൻ പോകണതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടോ. അപ്പോൾ ഞാനും അമ്മ എല്ലാവരും ഉണ്ട്. അമ്മ പോയി ഒന്ന് തൊഴുതു വന്ന്, മൂത്തമ്മയും പോയി തൊഴുതു വരുന്നുണ്ട് കേട്ടോ. ഞാൻ ആദ്യം പോയി തൊഴുതു വന്നതാണ്. അപ്പോൾ ചോറൊക്കെ തിന്ന് വന്നതിൻ്റെ ശേഷമാണ് കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇന്നിവിടെ രാത്രി തിറ ഉണ്ട്, പിന്നെ ഗാനമേള കാര്യങ്ങളൊക്കെ ഉണ്ട്. പറ്റിയാൽ എന്തായാലും ഒന്ന് വരണം എന്ന് വിചാരിക്കുകയാണ്. പിന്നെ അനീഷേട്ടനെ അങ്ങോട്ട് വിളിച്ചു കൊണ്ടുപോയി കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടുന്ന് പൈസയൊക്കെ കിട്ടും കേട്ടോ ഇത് കൊടുക്കണതിന്. അപ്പോൾ ഇത് അച്ഛൻ കാലങ്ങളായിട്ട് തുടങ്ങിയ ആചാരങ്ങളാണ്. അപ്പോൾ ഇപ്പം അച്ഛൻ മരിച്ചിട്ട് ഇപ്പോൾ ഒരു കൊല്ലമാവാനായി. അപ്പം അനീഷേട്ടനാണ് അത് ഏറ്റെടുത്ത് നടത്തുന്നത്. അപ്പോൾ ഇനി ഒരു മോനെ അത് എന്തായാലും നടത്തി കൊണ്ടുപോകണമല്ലോ. അപ്പോൾ അനീഷേട്ടനാണ് അതിനോട് ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ളത്. അതുകൊണ്ട് അനീഷേട്ടൻ തന്നെ ചെയ്യാന്നുള്ളത് ഏറ്റതുമാണ്. അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ അമ്മൻ്റെ സ്നേഹിതീനെ പണ്ട് കൂടെ പഠിച്ച സ്നേഹിതി അല്ല അയൽവാസി അതൊക്കെ കണ്ട് വർത്താനൊക്കെ പറഞ്ഞ് ഓല് ഭയങ്കര കട്ടേനി ചെറുതാകുമ്പോൾ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ ഓരോ വിശേഷങ്ങളാട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൂടുതൽ വിശേഷങ്ങളൊന്നും ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ അല്ല, ഇങ്ങനെ ഒരു അമ്പലത്തിലെ കാര്യങ്ങളും പരിപാടികളും മാത്രം ഉൾപ്പെടുത്തിയിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. അപ്പം നമ്മളെ അനിയത്തീൻ്റെ മോനും നന്ദുമോളും കൂടി ഈ ക്ഷേത്രത്തിലേക്ക് തൊഴാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ പോകാൻ ഓൽക്ക് രണ്ടാൾക്കും ഒരു മടി കിട്ടും. ഒരു കാരണം നേരത്തെ തൊഴുതിട്ട് വന്നതാണ്. അപ്പോൾ മോനിന്ന് നിലമ്പൂരേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ നന്ദുമോള് ഞാൻ പറഞ്ഞു ഫോട്ടോ എടുത്തുതരാം അമ്പലത്തിൻ്റെ അവിടെ നിൽക്കുന്നത്. അപ്പോൾ നന്ദുമോൾക്ക് എല്ലാവരും കണ്ടു, അപ്പോൾ മടിയായപ്പോൾ ഇങ്ങോട്ട് തന്നെ പോരാ കേട്ടോ. അപ്പോൾ ഞാനത് വീഡിയോ ആക്കി എടുത്തതാണ്. അപ്പോൾ എന്നോട് ഞാൻ പറഞ്ഞത് ഫോട്ടോ എടുത്തില്ല, വീഡിയോ ആക്കി എടുത്ത്, നിങ്ങളെ രണ്ടാളെ ഞാൻ പിന്നെ ഫോട്ടോ എടുത്തരാം കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ ഏട്ടനും അനിയത്തിയാണ് ഇപ്പോൾ അത്, ആങ്ങളെയും പെങ്ങളും മക്കളാണ് രണ്ടാളും. അപ്പോൾ ഓൻ +2 ഒക്കെ കഴിഞ്ഞതാണ്. നന്ദുമോളിപ്പം +1ഉം പിന്നെ ഓന് ഒരു അനിയത്തിയും ഒരു അനിയനെയും കൂടെ ഉണ്ട്. അങ്ങനെ ഞങ്ങളിതാ ക്ഷേത്രമൊക്കെ നന്നായിട്ട് വീഡിയോ ഒക്കെ എടുത്ത് നല്ല അടിപൊളിയാണ് കേട്ടോ. പറ്റിയെന്ന് രാത്രിക്കും ഞങ്ങൾ തിറയൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോകും. അപ്പം ക്ഷേത്രങ്ങളിലൊക്കെ പോകാമെന്ന് പറയുന്നത് ഭയങ്കര ഒരു ഇഷ്ടമുള്ള കാര്യം കേട്ടോ.
അപ്പോൾ അതാ എന്തായാലും കുറച്ച് നേരം കൂടി വർത്താനമൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട് ഒരു. ഞാൻ നേരത്തെ കാണിച്ചില്ല വീഡിയോയിൽ ഓരോ പണ്ടത്തെ കളിക്കൂട്ടുകാരിയാണ് എന്നൊക്കെ പറഞ്ഞല്ലോ, അതാണ് കേട്ടോ. പണ്ടത്തെ അയൽവാസികളൊക്കെയാണ്, ഞാനൊന്നും ഇല്ലാത്ത കാലത്താണ് കേട്ടോ. പക്ഷെ എനിക്ക് ഇവരെ അറിയാം. അങ്ങനെ അവരൊക്കെ ഭയങ്കര കട്ടകളാണല്ലോ. അപ്പോൾ ഒരു വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കണം. അപ്പോൾ നന്ദുമോളെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ ഓരോന്നും. നന്ദുമോൾ ഇങ്ങനെ ചിരിക്കുകയാണ്. അപ്പോൾ ഇമ്പൊക്കൊന്ന് ഇങ്ങനത്തെയൊക്കെ വീഡിയോ ഒക്കെ തന്നെ ഉള്ളൂ കേട്ടോ. കാരണം അമ്പലത്തിൽ പോയ വീഡിയോസൊന്നും അധികം ഇട്ടാലൊന്നും നമ്മൾക്ക് അധികം വ്യൂസൊന്നും ഇല്ല. പക്ഷേ ഇടണ്ടാന്ന് വിചാരിക്കും കേട്ടോ ഞാനിതൊക്കെ. പക്ഷേ വിചാരിക്കും ഇങ്ങനെയൊന്നും കാണാത്ത ഒരുപാട് ആൾക്കാരില്ല, അപ്പോൾ ഓരെല്ലാവരും ഒന്ന് കണ്ടോട്ടെ എന്നുള്ളൊരു ചിന്തയും കൂടി ഉള്ളതുകൊണ്ടാട്ടോ ഇങ്ങനെ വീഡിയോ എടുക്കുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്ന അനീഷേട്ടൻ ഞങ്ങളിവിടെ ആക്കി തരാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അനീഷേട്ടന് ഉച്ചയ്ക്ക് ശേഷം എവിടെയോ പോവാണ്ട്. അപ്പോൾ എന്തായാലും വേഗം ഞാൻ ആക്കി തരാമെന്ന് പറഞ്ഞ് അനീഷേട്ടൻ ഇവിടെ വന്നിതാ പാൻറ്റും ഷർട്ടൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ നന്ദുമോൾ എന്ന് പറയണേ. അപ്പോൾ പാപ്പുന് വരുമ്പോൾ ഒരു ജ്യൂസ് വാങ്ങിയത് കേട്ടോ. പാപ്പുന് ഭയങ്കര ക്ഷീണമാണല്ലോ, 2 ദിവസമായിട്ട് ഭയങ്കര തിന്നായികയൊക്കെ അല്ലേ. അപ്പോൾ പാപ്പുവിനൊരു ജ്യൂസ് വാങ്ങിയിരുന്നു. അപ്പോൾ പാപ്പുന് മാംഗോ ജ്യൂസിൻ്റെ ആ ഒരു ചെറിയ കുപ്പി ഉണ്ടല്ലോ, അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് വാങ്ങി കൊടുക്കുകയാണ് കേട്ടോ. അപ്പം എല്ലാവർക്കും ബായ്.